ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഓണത്തിന് ഓണപരിപാടി ഇല്ലാതെ എന്ത് ഓണമല്ലേ? എന്നും ഉത്രാടം തിരുവോണമൊക്കെ ഉണ്ട് കിടന്ന് ഉറങ്ങി ഒരു ഓണം ആഘോഷമായ നല്ല രസം. അങ്ങനെ കുറച്ച് എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പൊ നമ്മുടെ ഏരിയയിലുള്ള കുറച്ച് പിള്ളേർക്ക് ആരും ഇല്ലായിരുന്നു ഈ വർഷം ഓണത്തിന് കേട്ടോ. അപ്പൊ ഞങ്ങൾ വെച്ച് എന്തുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ അതൊന്നും സെറ്റ് ആവൂല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചാണ് കേട്ടോ. അപ്പൊ എല്ലാം നല്ല വിജയകരമായി കലാശിച്ചു. പിള്ളേർ ആദ്യമേ കുട്ടികൾക്ക് സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു. കുട്ടികളെ മാത്രമല്ല തള്ളമാരും എല്ലാവരും നമ്മൾ കൂട്ടി കേട്ടോ. പ്രായം ഒന്നും നോക്കിയിട്ടില്ല, എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഞാൻ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഓണപരിപാടി നല്ല രീതിയിൽ നടത്തി കേട്ടോ. അതിന് ഫുൾ സപ്പോർട്ടായി നമ്മൾ തൊട്ടപ്പുറത്തുള്ള അതിന്റെ കൂട്ടത്തിൽ അതിന് ഞാനും അർച്ചന ചേച്ചി നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് നിന്ന് കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കിയതാണ്, അപ്പോൾ ഓക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കുടുംബ ഓണപരിപാടി നടത്താറുണ്ട്. ഇവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എൻ്റെ അമ്മ ഉൾപ്പെടെ കണ്ടില്ലേ സുന്ദരിക്ക് പൊട്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്, നമുക്ക് പ്രായമൊന്നും നോക്കരുത്. എല്ലാവരും ഏർപ്പെടണം. വർഷത്തിൽ ഒരിക്കലൊക്കെ നടക്കുന്നത്. അപ്പൊ അമ്മയാണ് കറക്റ്റ് ഒരു കൊച്ച് കറക്റ്റ് ഇട്ടു. അമ്മ തൊട്ടപ്പുറത്ത് ഫസ്റ്റ് സെക്കൻഡ് അമ്മയ്ക്കാണ് കിട്ടിയത് കേട്ടോ. അപ്പൊ എന്റെ കൊച്ച് അനൗൺസ് ചെയ്യാണ് മൈക്കിൽ. നമുക്ക് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഒരാളോ രണ്ടുപേരും കണ്ടേ ഉള്ളായിരുന്നു പിള്ളേരൊക്കെ. പിന്നെ ഇവിടെ നിന്നൊക്കെ വന്നു പിള്ളേർ പാട്ടും ബഹളമൊക്കെ കേട്ടപ്പോൾ എല്ലാവരും വന്നുകൊണ്ട് 8-9 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നല്ല സന്തോഷമായി എല്ലാവർക്കും. കസേരക്കവും ചെറിയ രീതിയിലൊരു സുന്ദരിക്ക് പൊട്ടുതൊടലും കലനടച്ച് കലമുടപ്പും അങ്ങനെ ചെറിയ ചെറിയ കളികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നടത്തിയിട്ടുണ്ട്. അപ്പൊ കസേരകളിലേക്ക് പുള്ളി നല്ല എൻജോയ് ചെയ്ത്. വലിയ പയ്യന്മാരും ഒക്കെ ഉണ്ട്, നമ്മുടെ പയ്യന്മാരും ആന്റിമാരും ചേച്ചിമാരും എല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെച്ച് നമുക്കുള്ള കസേരക്ക് കറങ്ങണ്ട, നീളത്തിനിട്ടിലാക്കാം. അല്ല കാരണം എല്ലാവരും തലകറക്കമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം എവിടെയും കറങ്ങി വീണ് ഞാൻ തന്നെ എടുത്തോട്ട് പോവേണ്ടി വരും. അങ്ങനെ ആ കളി നല്ല രീതിയിൽ കലാശിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കണ്ണടച്ച് കലവടക്കലും പിന്നെ ബിസ്ക്കറ്റ് കടി പിന്നെ എന്ത് കളി ആക്കാം എന്നിങ്ങനെ നോക്കി കണ്ട അമ്മയും അപ്പുറത്തോട്ടപ്പുറത്തെ ഒരു ആന്റിയും കൂടെയാണ്. അവരൊക്കെ വാശിയേറിയ മത്സരമാണ് കേട്ടോ. പിന്നെ ആ പിള്ളേരുടെ ബിസ്ക്കറ്റ് കടി വെച്ചു കേട്ടോ. ബിസ്ക്കറ്റ് കടി വെച്ചു, അതൊക്കെ പിള്ളേരെ വിജയകരമായി ചെയ്തു. പിന്നെ കണ്ണടച്ച് കല ഉടച്ചത് ആരാന്നറിയാവോ? ഞാനാണ് കല ഉടച്ചത് കേട്ടോ. കാരണം എല്ലാവരും നോക്കി നിന്ന് അടിച്ചിട്ട് ലാസ്റ്റാന്ന് തോന്നുന്നു എനിക്ക് വന്നത്. എന്റെ കാല് ജസ്റ്റ് തട്ടിയപ്പോഴും ഞാൻ അവിടെ ഇട്ടൊക്കെ അടിച്ച് കിട്ടുമെന്നും പ്രതീക്ഷിച്ചില്ല. ഒരു അടി കൊടുത്തു, പക്ഷെ കല പൊട്ടി കേട്ടോ. എന്നെ കറക്കി വിടുകയാണ് രാതു. അങ്ങനെ ഞാൻ അങ്ങോട്ടൊക്കെ കയറി പെരടത്തിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നാലും ഇങ്ങോട്ടോ നല്ല രസമായിരുന്നു കേട്ടോ. രാവിലെ വൈകുന്നേരം നമ്മളൊരു 3 മണി 4 മണി സമയത്ത് തുടങ്ങിയ കളി ഒരു 7-7:30 മണി വരെയൊക്കെ നിന്ന് കേട്ടോ. സമയം പോയാൽ അറിഞ്ഞില്ല. പിറ്റേ ദിവസം ആയപ്പോൾ കാലിൽ നിന്ന് എടുക്കാൻ വയ്യെങ്കിലും ഒരു ദിവസത്തെ നല്ല രീതിയിൽ നമുക്ക് കേട്ടോ. എൻ്റെ കാലിൽ തട്ടിയപ്പോൾ ഞാനൊരു ഊഹം വെച്ചങ്ങ് അടിച്ചത്, പക്ഷെ പൊട്ടി കേട്ടോ. എല്ലാവരും അത് പറയുന്നത് ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പൊട്ടത്തില്ലായിരുന്നു. അപ്പൊ ഇത് വേറെ വെറൈറ്റി കളി ഞാൻ നോക്കുന്നത് ബ്ലൂ ഗ്രീൻ എന്നൊക്കെ എഴുതിയിട്ട് അർച്ചനേച്ചി പറഞ്ഞ കളിയാണ് കേട്ടോ. അപ്പൊ അത് നോക്കുമ്പോൾ കൊള്ളാം കേട്ടോ. പിള്ളേരൊക്കെ പെട്ടെന്ന് രണ്ടാമത് ട്രിപ്പ് കളി കളിച്ചു കേട്ടോ. അത് വലിയ ചാടാൻ പറ്റത്തോണ്ട് നമ്മൾ വലിയ ഇടപെട്ടില്ല, പിള്ളേരെ കൊണ്ട് കളിപ്പിച്ചു. അപ്പൊ അത് കൊള്ളാം. പിന്നെ ഉണ്ടായിരുന്ന നമ്മൾ ബലൂൺ അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇരുട്ടായി. പിന്നെ അവസാനം പിള്ളേരൊക്കെ പാട്ടൊക്കെ പാടി പിരിഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഞാൻ ലഡു ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് വിട്ടു. അപ്പം നല്ല രസം. ഈ വർഷം ഓണം നല്ല രസമായിരുന്നു. ഹാപ്പി ഓണം.